ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈത അനുഭൂതി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. പതിനൊന്നാം ശ്ലോകം. മേഘയോഗാദ്യഥാ നീരം കരകാകാരതാമിയാത് മായായോഗാത് തഥൈവാത്മാ പ്രപഞ്ചാകാരതാമിയാത്. അതിരിക്കട്ടെ, അതിസൂക്ഷ്മമായ ഈ ബോധം എങ്ങനെയാണ് സ്ഥൂലമായ ജഡപ്രപഞ്ചമായി പെരുകിക്കാണുന്നത്? പറയാം. യഥാ, എപ്രകാരമാണോ നീരം വെള്ളം മേഘയോഗാത് മേഘത്തോടു ചേർന്ന് കരകാകാരതാം ഇയാത് ആലിപ്പഴത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നത് തഥായേവ അപ്രകാരം തന്നെ ആത്മാ ബോധം മായായോഗാത് മായാശക്തിയുമായി കൂടിച്ചേർന്ന് പ്രപഞ്ചാകാരതാം ഈയാത് പ്രപഞ്ചരൂപം കൈക്കൊള്ളുന്നു. പ്രപഞ്ചാകാരതാമിയാത് പ്രപഞ്ചരൂപം കൈക്കൊള്ളുന്നു. ആര്? ബോധം. എങ്ങനെ? സ്വശക്തിയായ മായയോട് കൂടിച്ചേർന്ന്. ഏതുപോലെ? വെള്ളം മേഘത്തോട് ചേർന്നിട്ട് ആലിപ്പഴത്തിൻ്റെ രൂപം കൈക്കൊള്ളുന്നത് പോലെ. മേഘം ചിലപ്പോൾ പാറ പോലെ കടുപ്പമുള്ള ആലിപ്പഴങ്ങൾ വർഷിക്കുന്നു. വെള്ളത്തിന് എങ്ങനെയാണ് ഇത്ര കട്ടിയുള്ള രൂപം കൈക്കൊള്ളാൻ കഴിയുന്നത്? പരിണാമരൂപങ്ങളെല്ലാം അതാതു പദാർത്ഥങ്ങളുടെ ശക്തി കൊണ്ട് സംഭവിക്കുന്നു എന്നല്ലാതെ മറ്റൊരു യുക്തിയും ആർക്കും കണ്ടെത്താൻ സാധിക്കയില്ല. ഒരു വിത്ത് എങ്ങനെ വലിയൊരു വൃക്ഷമായി രൂപം കൊള്ളുന്നു? അതിസൂക്ഷ്മമായ പിതൃബീജം എങ്ങനെ ഒരു മനുഷ്യ ശിശുവായി രൂപം കൊള്ളുന്നു? എല്ലാം അതാതിൻ്റെ ശക്തിയെ ആർക്കും നിർവചിക്കാൻ സാധ്യമല്ല. അതുപോലെ സ്വശക്തി കൊണ്ടാണ് ബോധം പ്രപഞ്ചമായി രൂപം കൊള്ളുന്നത്. ആ ശക്തിയുടെ പേരാണ് മായ. എങ്ങനെ രൂപം മാറി എന്നല്ല അന്വേഷണം, കാരണരൂപം കാര്യത്തിലുണ്ടോ എന്നതാണ് അന്വേഷണം. ഉണ്ടെങ്കിൽ കാരണം തന്നെയാണ് കാര്യം എന്ന അദ്വൈതം സിദ്ധമാകുന്നു. വർഷോപല ഇവാഭാതി നീരമേവാഭ്രയോഗതഃ വർഷോപല വിനാശേന നീരനാശോ യഥാ നഹി. നീരം ഏവ വെള്ളം തന്നെയാണ് അഭ്രയോഗതഃ മേഘവുമായി കൂടിച്ചേർന്ന് വർഷോപലഹ ഇവ ആഭാതി ആലിപ്പഴം പോലെ പ്രകടമാകുന്നത്. വർഷോപല വിനാശേന ആലിപ്പഴം രൂപം മാറിയാൽ യഥാ നീരനാശഃ നഹി വെള്ളം ഇല്ലാതാകുന്നുമില്ല. വെള്ളം തന്നെയാണ് മേഘവുമായി കൂടിച്ചേർന്ന് ആലിപ്പഴം പോലെ പ്രകടമാകുന്നത്. ആലിപ്പഴം രൂപം മാറിയാൽ വെള്ളമില്ലാതാകുന്നുമില്ല. 13-ാം ശ്ലോകം. ആത്മൈവായം തഥാ ഭാതി മായായോഗത് പ്രപഞ്ചവത് പ്രപഞ്ചസ്യ വിനാശേന സ്വാത്മനാശോ നഹി ക്വചിത്. തഥാ അതുപോലെ അയം ആത്മാ ഏവ ഈ ബോധം തന്നെ മായായോഗാത് മായാശക്തിയുമായി കൂടിച്ചേർന്ന് പ്രപഞ്ചവത് ഭാതി പ്രപഞ്ചമെന്ന പോലെ പ്രകാശിക്കുന്നു. പ്രപഞ്ചസ്യ വിനാശേന പ്രപഞ്ചരൂപം വിട്ട് മാറുന്നത് കൊണ്ട് ക്വചിത് സ്വാത്മനാശഃ നഹി ഒരിടത്തും ആത്മസ്വരൂപം ഇല്ലാതാകുന്നതുമില്ല. അതുപോലെ ഈ ബോധം തന്നെ മായാശക്തിയുമായി കൂടിച്ചേർന്ന് പ്രപഞ്ചമെന്ന പോലെ പ്രകാശിക്കുന്നു. പ്രപഞ്ചരൂപം വിട്ടുമാറുന്നത് കൊണ്ട് ഒരിടത്തും ആത്മസ്വരൂപം ഇല്ലാതാകുന്നതുമില്ല. സ്വാത്മനാ ശോ നഹി ക്വചിത് ബോധസ്വരൂപത്തിന് ഒരിടത്തും കേടൊന്നും സംഭവിക്കുന്നില്ല. എപ്പോൾ? പ്രപഞ്ചരൂപം മാറുമ്പോൾ. പ്രപഞ്ചരൂപം എങ്ങനെയൊക്കെ
മാറിയാലും ബോധത്തിലല്ലാതെ അവയ്ക്ക് നിലനിൽപ്പില്ല. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്, ബോധമില്ലേ പ്രപഞ്ചമില്ല. ഇതാണ് നിയമം. അതുകൊണ്ട് ബോധം വസ്തു, മാറി മാറി വരുന്ന രൂപങ്ങളൊക്കെ അതിലെ വെറും കാഴ്ചകൾ. അതുകൊണ്ട് ബോധം വസ്തു, മാറി മാറി വരുന്ന രൂപങ്ങളൊക്കെ അതിലെ വെറും കാഴ്ചകൾ. ഏതുപോലെ ആലിപ്പഴത്തിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെ മാറിയാലും വെള്ളത്തിൽ മാത്രമേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ. വെള്ളമുണ്ടോ ആലിപ്പഴമുണ്ട്, വെള്ളമില്ലേ ആലിപ്പഴമില്ല. ഇതാണ് നിയമം. അതുകൊണ്ട് വെള്ളം വസ്തു, ആലിപ്പഴം അതിലെ വെറുമൊരു കാഴ്ച. അതുപോലെ അതിരിക്കട്ടെ, ബോധത്തിലെ ഒരു കാഴ്ചയാണ് പ്രപഞ്ചമെങ്കിലും അത് വേറെ ഒന്നാണെന്ന പോലല്ലേ തോന്നുന്നത്? അത് സാരമില്ല. 14-ാം ശ്ലോകം. ജലാദന്യ ഇവാഭാതി ജലോത്ഥോ ബുദ്ബുദോ യഥാ തഥാത്മാനഃ പൃഥഗ് പൃഥഗിവ പ്രപഞ്ചോയമനേകധാ. യഥാ എപ്രകാരമാണോ ജലോത്ഥഃ ബുദ്ബുദഃ ജലത്തിൽ പൊന്തുന്ന കുമിള, ജലാത് അന്യഃ ഇവ ജലത്തിൽ നിന്നും ഭിന്നമെന്ന പോലെ, ആഭാതി കാണുന്നത്, തഥാ അതുപോലെ, അയം പ്രപഞ്ചഃ ആത്മാവിൽ പൊന്തുന്ന ഈ പ്രപഞ്ചം, അനേകധ പല പ്രകാരത്തിലും, ആത്മനഃ പൃഥക് ഇവ ആത്മാവിൽ നിന്നും ഭിന്നമെന്ന പോലെ കാണാനിട വരുന്നു. എപ്രകാരമാണോ ജലത്തിൽ പൊന്തുന്ന കുമിള ജലത്തിൽ നിന്നും ഭിന്നമെന്ന പോലെ കാണുന്നത്, അതുപോലെ ആത്മാവിൽ പൊന്തുന്ന ഈ പ്രപഞ്ചം ആത്മാവിൽ നിന്നും ഭിന്നമെന്ന പോലെ കാണാനിട വരുന്നു. തദാത്മാനഃ പൃഥഗിവ ആത്മാവിൽ നിന്നും ഭിന്നമെന്ന പോലെ കാണാനിടവരുന്നു. എന്ത്? ആത്മാവിൽ നിന്ന് പൊന്തുന്ന പ്രപഞ്ചം. ഏതുപോലെ? ജലത്തിൽ നിന്ന് പൊന്തുന്ന കുമിള ജലത്തിൽ നിന്ന് ഭിന്നമെന്ന് തോന്നാൻ ഇടയാകുന്നത് പോലെ. ജലത്തിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ മറയുന്ന കുമിള വെള്ളം തന്നെയാണെന്ന കാര്യത്തിൽ സംശയിക്കാനേ സാധ്യമല്ലല്ലോ. അതുപോലെ ബോധത്തിൽ പൊന്തി വന്ന് ബോധത്തിൽ നിലനിന്ന് ബോധത്തിൽ മറയുന്ന പ്രപഞ്ചം ബോധം തന്നെ ആണെന്ന കാര്യത്തിൽ സംശയിക്കാനേ സാധ്യമല്ലെന്ന് താത്പര്യം. ഒരിക്കൽ കൂടി വായിക്കാം. ബോധത്തിൽ പൊന്തി വന്ന് ബോധത്തിൽ നിലനിന്ന് ബോധത്തിൽ മറയുന്ന പ്രപഞ്ചം ബോധം തന്നെ ആണെന്ന കാര്യത്തിൽ സംശയിക്കാനേ സാധ്യമല്ലെന്ന് താത്പര്യം. 15-ാം ശ്ലോകം. യഥാ ബുദ്ബുദനാശേന ജലനാശോ ന കർഹിചിത് തഥാ പ്രപഞ്ചനാശേന നാശസ്യാദാത്മനോ നഹി. യഥാ ഏതുപോലെയാണോ ബുദ്ബുദനാശേന കുമിള ഇല്ലാതാകുന്നതോടെ കർഹിച്ചിത് ഒരിക്കലും ജലനാശോ ന ജലം നശിക്കാതിരിക്കുന്നത് തഥാ അതുപോലെ പ്രപഞ്ചനാശേന പ്രപഞ്ചനാശം കൊണ്ട് ആത്മനഃ നാശഃ ആത്മാവിന് നാശം നഹി സംഭവിക്കുന്നതേയില്ല. ഏതുപോലെയാണോ കുമിള ഇല്ലാതാകുന്നതോടെ ഒരിടത്തും ജലം നശിക്കാതിരിക്കുന്നത്, അതുപോലെ പ്രപഞ്ചനാശം കൊണ്ട് ആത്മാവിന് നാശം സംഭവിക്കുന്നതേയില്ല. നാശഃ സ്യാദാത്മനോ നഹി ആത്മാവിന് നാശം സംഭവിക്കുന്നതേയില്ല. എപ്പോൾ? പ്രപഞ്ചമില്ലാതാകുമ്പോൾ. ഏതുപോലെ? കുമിള നശിക്കുമ്പോൾ വെള്ളം നശിക്കാതിരിക്കുന്നത് പോലെ. വെള്ളത്തിൽ ഉണ്ടായി മറയുന്ന രൂപങ്ങളല്ലേ കുമിളകൾ. അവ നശിക്കുന്നതോടെ വെള്ളവും നശിക്കുന്നു എന്ന് വന്നാൽ പിന്നെ കുമിളകൾക്ക് വീണ്ടും ഉണ്ടായി വരാൻ സാധ്യമാകാതെ പോകും. അതുപോലെ ബോധത്തിൽ ഉണ്ടായി മറയുന്ന കാഴ്ചകളാണ് പ്രപഞ്ചനാമരൂപങ്ങൾ. പ്രപഞ്ചനാമരൂപങ്ങൾ ഇല്ലാതാകുന്നതോടെ ബോധം ഇല്ലാതാകുന്നു എന്ന് വന്നാൽ പിന്നെ പ്രപഞ്ചനാമരൂപങ്ങൾക്ക് വീണ്ടും പൊന്തി വരാൻ സാധ്യമാകാതെ പോകും. വാസ്തവത്തിൽ പ്രപഞ്ചനാമരൂപങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ബോധം അഖണ്ഡവും അദ്വയവുമായി തെളിയുന്നു എന്നതാണ് സത്യം.
കുമിളകൾ ശമിക്കുമ്പോൾ ഏകമായ ജലപ്പരപ്പ് തെളിയുന്നത് പോലെ ഇക്കാര്യം ഭാരതീയരായ സത്യാന്വേഷികൾ അനാദികാലം മുതൽ പരീക്ഷിച്ചുറപ്പിച്ചു പോരുന്ന കാര്യമാണ്. ഇനിയും സ്ഥൂലരൂപത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം അദ്വൈത ബോധ വസ്തുവിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ പകർത്തി എന്ന് വരില്ലേ? ഒരിക്കലുമില്ല. 16-ാം ശ്ലോകം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.